ഹലോ ചേച്ചിമാരെ. ചേച്ചിമാരൊന്നും വിളിക്കല്ലേ. ഓക്കെ, എന്താ പേര്? ശ്രുതി. സൂര്യ. ഷാരൂൺ വധക്കേസിലെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടിയായിരുന്നു, അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. അപ്പോൾ ഈ വധശിക്ഷ കിട്ടിയ തീരുമാനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോടതിയുടെ തീരുമാനം കുറച്ച് കൂടിപ്പോയോ? കൂടിയിട്ടില്ല, കുറഞ്ഞെങ്കിലേ ഉള്ളൂ. അതിൽ കുറഞ്ഞത് ഇനിയിപ്പോൾ എന്താ ഉള്ളത്? അതിൽ കുറഞ്ഞത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിദേശത്തുള്ള സിസ്റ്റം ശരിക്കും ഇവിടെ കൊണ്ടുവരണമായിരുന്നു. ഒരാളുടെ ജീവൻ ആണല്ലോ പോയത്, അതിനിപ്പോൾ എന്ത് പകരം നൽകാൻ? ഒരു ജീവന് മറ്റൊരു ജീവൻ തന്നെ പകരം നൽകാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ കൊല്ലുന്ന എല്ലാവർക്കും ഇങ്ങനെ വധശിക്ഷ കൊടുക്കുന്ന ഒരു നാടല്ലല്ലോ നമ്മുടെ. എന്നാലേ കുറ്റകൃത്യങ്ങൾ കുറയുള്ളൂ. ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാവുകയുള്ളൂ. ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും കൂടി വരികയുള്ളൂ. ഗ്രീഷ്മ പറഞ്ഞായിരുന്നു എനിക്ക് പഠിക്കണം, അതുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്യണം എന്നൊക്കെ കോടതിയോട് ഗ്രീഷ്മ അഭ്യർത്ഥിച്ചായിരുന്നു. ആ അഭ്യർത്ഥന ഒന്ന് പരിഗണിക്കാമായിരുന്നില്ലേ? കാരണം പ്രായം കുറച്ചല്ലേ ആയിട്ടുള്ളൂ. പ്രായം കുറച്ചായിരുന്നല്ലേ, കയ്യിലിരിപ്പ് കുറച്ച് കൂടുതലായിരുന്നല്ലോ. ഒരാളുടെ ജീവനല്ലേ നഷ്ടപ്പെടുത്തിയത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും ശിക്ഷ കിട്ടുക. നല്ലൊരു ശിക്ഷ തന്നെയായിരുന്നു ഗ്രീഷ്മയ്ക്ക് കിട്ടിയത്. ഓക്കെ, പക്ഷെ നിങ്ങൾ പെൺപക്ഷത്തല്ലേ നിങ്ങൾ നിൽക്കേണ്ടത്? പെൺപക്ഷത്ത് നിൽക്കണം. ന്യായത്തിന്റെ മുമ്പിലേ ന്യായത്തിന്റെ പക്ഷേ നമ്മൾ നിൽക്കുള്ളൂ. അതിപ്പോൾ പെണ്ണാണ് ആണാണോ ഒന്നും നോക്കില്ല. ന്യായം എവിടെയാണ് അവിടെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ.